إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر وسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, വല്ലാത്തൊരു മഹത്വം നിറഞ്ഞൊരു രാത്രിയിലാണ് നമ്മളുള്ളത് അല്ലേ? മിഅ്റാജിന്റെ രാവ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ നിന്ന ഹബീബിനെ വിഷമിക്കണ്ട നബിയെ, എൻ്റെ അടുത്തേക്ക് പോര്, ഞാനുണ്ടെന്ന് അല്ലാഹു നേർക്കാഴ്ച എന്നോണം ബോധ്യപ്പെടുത്തിയ രാത്രിയല്ലേ മിഅ്റാജിന്റെ രാവ് അല്ലേ? അല്ലാഹു ബോധ്യപ്പെടുത്താൻ ഞാനുണ്ട് നബിയെ അങ്ങയോടൊപ്പം. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചില്ലേ? അതായത് എത്ര വലിയ കുടുക്കിൽപ്പെട്ടാണ് നമ്മൾ നിൽക്കണതെങ്കിലും ആരൊക്കെ നമ്മൾ ഉപേക്ഷിച്ചാലും ചിന്തിച്ചു നോക്കിയേ, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് അനാഥനായതുപോലെ പ്രിയപ്പെട്ട ഖദീജ ബീവി വഫാത്തായി, അബൂ ത്വാലിബ് വഫാത്തായി. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന വർഷത്തിന്റെ പേരാണ് അല്ലേ? എൻ്റെ കുടുംബക്കാരുണ്ട് എനിക്ക്, എൻ്റെ ഉമ്മാടെ കുടുംബത്തിൽ നമ്മൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഉമ്മാടെ കുടുംബക്കാരോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് നമുക്കുണ്ടാവും. നമ്മുടെ തറവാട് വീട് അല്ലേ, ഉമ്മാടെ വീടിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആയിരിക്കും. ഒരു പരിധി വരെ വാപ്പാടെ കുടുംബക്കാരെക്കാൾ ഏറെ കൂടുതലും കുട്ടികൾക്ക് എങ്ങോട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുക? ഉമ്മാടെ കുടുംബക്കാരോടായിരിക്കും അല്ലേ? അപ്പം മുത്തനബി തങ്ങൾ ത്വായിഫ് എന്ന് പറയുന്ന നാട്ടിലേക്ക് പോവാണ്. അവിടെ ആരുള്ളത്? ഉമ്മാടെ കുടുംബമുണ്ട്. അപ്പൊ ഉമ്മാടെ കുടുംബക്കാരെ കണ്ട് അവരെന്നെ സ്വീകരിക്കും, അവരെനിക്ക് പ്രൊട്ടക്ഷൻ തരും. പോവാണ് അങ്ങോട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അവിടെ ചെല്ലുന്ന സമയത്ത് ഭ്രാന്തന്മാരെയും നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കുടുംബക്കാരെ വിശ്വസിച്ച് അത്രയും ആത്മാർത്ഥയോടെ ഓടി ചെല്ലുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭ്രാന്തന്മാരെയും കുട്ടികളെയും കൊണ്ട് കരിങ്കൽ കഷ്ണങ്ങൾ എടുത്ത് ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല നോക്കി എറിയിപ്പിക്കുകയാ. തലയിൽ ആ കല്ല് വന്ന് സ്പർശിച്ചു. ഹബീബായ തങ്ങളെ എറിയുമ്പോൾ അവിടത്തേക്ക് കൊള്ളുകയാണ്. പൊട്ടിക്കിട്ടിങ്ങനെ ചോര വരിക. ആരാണത്? ലോകത്തിന്റെ നേതാവാണ് അല്ലേ? എല്ലാവരും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടു. ആ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്തും അവർക്കൊരു അപകടം വരണമെന്ന് എൻ്റെ മുത്തുനബി ആഗ്രഹിച്ചില്ല. മലക്ക് ചോദിച്ചില്ലേ, ഈ ഭൂമി അങ്ങ് കീഴ്മേലേക്ക് മറിച്ച് കളയട്ടെ നബിയെ, ഉമ്മാരൊന്നും ജീവിക്കണ്ട, അങ്ങോട്ട് കൊന്നു കളയ നബിയെ. വേണ്ട ജിബ്രീൽ,
ഇവരുടെ പരമ്പരയിൽ ഒരാൾക്കെങ്കിലും ഹിദായത്ത് ലഭിച്ചെങ്കിലോ ലോകത്തിന്റെ നേതാവ് താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഒരു ബോധ്യം നമുക്കും തരട്ടെ. എന്താണ്? എല്ലാവരോടും കരുണ ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്യണം. അത്ര വലിയ പ്രയാസവും നമുക്കുണ്ടായിട്ടില്ല അല്ലെ? വിട്ടുവീഴ്ച ചെയ്തോ, നമ്മൾ ഒറ്റപ്പെടൂല, അള്ളാഹു ഉണ്ടാകും. അപ്പൊ മുത്തനബി അള്ളാഹ് വിളിക്കണം, പോര് നബിയെ, മതി മതി, അവിടെ അങ്ങോട്ട് പോര്. അള്ളാഹുവിങ്കിലേക്ക് വിളിക്കുമ്പോൾ ഓരോ ആകാശത്തിലും മുത്തനബി തങ്ങളെ സ്വീകരിക്കാനായിട്ട് ഓരോ പ്രവാചകന്മാര് നിൽക്കാണ് അല്ലേ? ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോ ഇടക്കിടക്ക് നമുക്ക് ചരിത്രങ്ങൾ ബാക്കി പറയാം. നമ്മള് വിശുദ്ധമായ റജബില് ചൊല്ലേണ്ട ദിക്റുണ്ടല്ലോ, റജബിലെ 3-ാം പത്തില് സുബ്ഹാനല്ലാഹിർ റഊഫ് 100 തവണ ഒന്ന് ചൊല്ലിക്കേ. ഖൽബറിഞ്ഞ് സുബ്ഹാനല്ലാഹിർ റഊഫ് سبحان الله الرؤوف 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 الحمد لله رب العالمين.
ഈ ദിക്ർ ചൊല്ലിയാലുള്ള പ്രത്യേകതയൊക്കെ എല്ലാവർക്കും അറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ? വിശുദ്ധമായ റജബിലെ 3 പത്തുകളിൽ ഈ വ്യത്യസ്തമായ ദിക്റുകൾ ചൊല്ലിയാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അത്ഭുതപ്പെടുന്ന ഫലങ്ങൾ നമുക്ക് തരുമെന്നല്ലേ? അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീകുണ്ടാരത്തിലേക്ക് വീണപ്പോൾ ചൊല്ലിയ ദിക്ർ ഏതാ? ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. ഈ ദിക്ർ നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അപ്പൊ അത് ദിക്ർ അത് ബൈത്ത് രൂപത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ചൊല്ലിയാൽ മതി എന്നാണ് അല്ലേ? എങ്ങനെയാണെങ്കിലും ചൊല്ലിയാൽ മതി. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ താരാട്ട് പാടി ഉറക്കാറുണ്ട്. പാടുമ്പോ ഏത് പാട്ട് നമ്മൾ കൂടുതൽ പാടാറ്? ഹസ്ബി റബ്ബിയാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഈ പാട്ട് അല്ലെങ്കിൽ ഈ ബൈത്ത് ഇങ്ങനെ ചൊല്ലി കൊടുത്താൽ നമ്മുടെ മക്കൾ വേഗം ഉറങ്ങിപ്പോകാറുണ്ട്. അതിന്റെ ആശയം അറിഞ്ഞ് നമ്മൾ ചൊല്ലി നോക്കി, നമ്മുടെ ലൈഫ് അടിപൊളിയാകും. അല്ലാഹു റബ്ബുൽ ആലമീൻ പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻത തത്ലൂ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قد يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله جل نور محمد لا إله إلا الله الشفاعة هب لنا في القيامة مشفقا وأهلنا إضاعا يا سيدي خير النبي حسبي رب
ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി സദസ്സിനെ നീ സ്വീകരിക്കണേ റഹ്മാനേ. അപ്പോ ഹബീബായ തങ്ങളെ അല്ലാഹു റബ്ബുൽ ആലമീൻ ആനയിച്ച ദിവസമാണെന്ന് നമ്മൾ പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായപ്പോ ഇനി പ്രയാസപ്പെടേണ്ട നബിയെ ആശ്വസിപ്പിക്കാൻ ഞാനുണ്ട്. മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോവാൻ ഏത് വണ്ടിയിലാണ് പോണത്? ബുറാക്കിലാണ് പോണത് അല്ലേ? ബുറാക്കിനെ പോലെ സ്പീഡുള്ള മറ്റൊരു വാഹനമല്ല. ആ ബുറാക്കിൽ ഇങ്ങനെ അള്ളാന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പോണതിന് ഇടയിൽ കുറെ സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറെ സ്ഥലത്ത് ഇറങ്ങിയതായി ഹദീസുകളിലൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മുത്തുനബി തങ്ങള് ബൈത്തുൽ മുഖദ്ദസിൽ എത്തുമ്പോൾ അവിടെ മുത്തുനബിയെ സ്വീകരിക്കാൻ പ്രവാചകന്മാരുണ്ട്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നബിമാരൊക്കെ ഖബറിന്റെ ഉള്ളിലായിരുന്നു, അവരൊക്കെ അവിടെ ഹാളറുണ്ട് അല്ലേ. മാത്രമല്ല ഈ പ്രവാചകന്മാരൊക്കെ മുത്തുനബി തങ്ങള് 7 വാനങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഓരോ ആകാശത്തും മുത്തുനബി തങ്ങളെ സ്വീകരിക്കാൻ നബിമാരുണ്ട്. അപ്പൊ മരിച്ചുപോയ മഹാന്മാരൊക്കെ മണ്ണോട് മണ്ണായി പോകുമെന്ന പുത്തൻ വാദമൊക്കെ ഇവിടെ ഒലിച്ചു പോവാണ്. അതൊന്നുമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, സ്വഹാബാ നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണേ സ്വഹാബാ, നിശ്ചയം എനിക്കത് കാണിക്കപ്പെടുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറയുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, വഫാത്തിന് ശേഷമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറയാ, الله حرم على الأرض أن تأكل أجساد الأنبياء. അല്ലാഹു റബ്ബുൽ ആലമീൻ അമ്പിയാക്കളുടെ ശരീരം മണ്ണ് ഭക്ഷിക്കലിനെ മണ്ണിനെ ഹറാമാക്കിയിട്ടുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അതുകൊണ്ട് മണ്ണ് തൊടില്ല, സ്വാലിഹീങ്ങളുടെ ശരീരത്തെ മണ്ണ് സ്പർശിക്കില്ല, ദ്രവിച്ചു പോകില്ല. അല്ലാഹുവിന്റെ ഹബീബ് ഖബറിനകത്ത് കിടന്ന് നമ്മുടെ സ്വലാത്തുകൾ കാണുന്നുണ്ട്. അല്ലാഹുവേ, ഹബീബായ തങ്ങളെ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ രാവിന്റെ ബറക്കത്ത് പരിപൂർണമായി ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇങ്ങനെ ഓരോ നബിമാരെ കാണാണ്. മാത്രമല്ല, റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബരി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ അകത്ത് മൂസാ നബി നിന്ന് നിസ്കരിക്കുന്നത് കണ്ടു എന്നാണ്. മഹാന്മാരങ്ങനെയാണ്, അവർക്ക് അള്ളാഹുവിന് ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് ഒരു ഹരമാണ്, ഒരു രസമാണത്. രസം എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ മുമ്പിൽ ഇങ്ങനെ നിസ്കരിക്കുക, അള്ളാഹ് മുമ്പിലുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഇബാദത്ത് ചെയ്യാൻ കഴിയാന്ന് പറയുന്നത് ഭയങ്കര രസാണ്, ഭയങ്കര രസാണ്. യാ അല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഒരു അനുഭൂതി ആസ്വദിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ എല്ലാ പ്രവാചകന്മാരും ഒത്തുകൂടിയിട്ട് അവിടെ നിന്ന് നിസ്കരിച്ച് മുത്തുനബിയെ യാത്രയാക്കുക. എങ്ങോട്ടാ യാത്രയാക്കണേ? അള്ളാഹുവിങ്കലേക്ക് ഇല്ലേ? നമ്മൾ മിനിയാന്ന് പാടിയില്ലേ, അല്ലാഹനെ കണ്ട നബി അർശിങ്കൽ ചെന്ന നബി. അള്ളാഹനെ കണ്ട നബിയാണത്. അള്ളാഹനെ കണ്ട മറ്റൊരു നബിയില്ല. മൂസാ അലൈഹിസ്സലാം കലീമുള്ള അള്ളാഹിനോട് സംസാരിച്ചിട്ടേ ഉള്ളൂ. അള്ളാഹനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. ചെറിയൊരു നൂൽ പഴുതിലൂടെ അള്ളാഹുവിന്റെ പ്രകാശം ഒരൽപ്പം വന്നപ്പോഴേക്ക് ആള് ബോധം കെട്ടുപോയി, മലയും ഇടിഞ്ഞു പൊളിഞ്ഞു പോയി.
അപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിൽ പവർ ചെറുതല്ല. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. പടച്ചോനെങ്ങാനും ഖുർആൻ ഉണ്ടല്ലോ ഒരു മലയുടെ മുകളിലേക്കാണ് ഇറക്കിയിരുന്നതെങ്കിൽ അള്ളാനെ പേടിച്ചിട്ട് അത് പൊടിഞ്ഞു ധൂളികളായി പോയേനെ. അള്ളാനെ ഭയന്ന് അത് പൊടികളായി പോയേനെ. കാരണം അത്ര ഭാരമുണ്ട് ഖുർആന്. പക്ഷെ അത് ഇറക്കിയത് എവിടെയാ? അഷ്റഫുൽ ഖൽഖിന്റെ ഹൃദയത്തിലേക്കാ. അത് താങ്ങാനുള്ള കെൽപ്പ് ആ ഹൃദയത്തിനേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഹബീബല്ലേ അവിടെ താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ വാനങ്ങൾ കടന്നിങ്ങനെ പോവാണ്. ആദം നബിയെ കണ്ടു. ആദം നബി സന്തോഷത്തോടെ ഇങ്ങനെ സ്വീകരിക്കാം. നോക്കുമ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലതുഭാഗത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, ഇടതുഭാഗത്തേക്ക് നോക്കിയിട്ട് കരയുന്നുണ്ട്. ഇടയ്ക്കിടെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവം? അതെ, വലതുഭാഗത്തുള്ളത് സ്വർഗത്തിന്റെ അഹലുകാരാണ്, ഇടതുഭാഗത്ത് നരകാവകാശികളാണ്. തന്റെ മക്കൾ, സ്വർഗത്തിലുള്ള മക്കൾ നോക്കി ചിരിക്കും, നരകത്തിലുള്ളവരെ കാണുമ്പോൾ കരയും. ഒരു ബാപ്പാടെ സങ്കടം അവിടെ ഉണ്ട് അല്ലേ? അള്ളാന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. എന്തെല്ലാം ചീത്തപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് യൂട്യൂബിൽ മറ്റ് സോഷ്യൽ മീഡിയകളിൽ അഴിഞ്ഞാടുന്ന ചെറുപ്പക്കാരെ, നിന്റെ ഭാര്യ നിനക്ക് വിൽപ്പന ചരക്കാക്കാനുള്ളതല്ല. നിന്റെ ശരീരത്തെയും നിന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണേ. അത് നിനക്കുള്ള ഉത്തരവാദിത്വമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാണ്. അല്ലാതെ സ്വന്തം ഭാര്യയെ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി അവളുടെ കൊഞ്ചലും കുടയിലും ഒക്കെ കാണിക്കുന്ന യൂട്യൂബർമാരെ, നിങ്ങൾ എന്നെ എന്ത് തെറി വിളിച്ചാലും എന്ത് വൃത്തികേട് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോ. പക്ഷെ എന്റെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ഒരാളെയും പേരെടുത്ത് വിമർശിക്കുന്നില്ല. പക്ഷേ ഈ വിഷയം പറയല് നമ്മുടെ ഉത്തരവാദിത്തല്ലേ? നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, ഒരു പ്രശ്നമില്ല. ദീൻ പറയേണ്ടത് പോലെ പറയേണ്ട സമയത്ത് പറയേണ്ടത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ്. പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്സത്തോടെ ദീൻ പറയാൻ എന്നെന്നും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അവസാന കാലമായാൽ ദയ്യൂസ് വരും. ആരാണ് നബിയെ ദയ്യൂസ് എന്ന് പറയണേ? അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ആരാണ് ദയ്യൂസ് എന്നറിയോ? സ്വന്തം ഭാര്യയെ ഒരു കാഴ്ചപ്പണ്ടാരം പോലെ ഒരുക്കി നിർത്തിയിട്ട് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി അണിയിച്ചൊരുക്കി നിർത്തുന്നവനും ദയ്യൂസാണെന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് പറയാ. സ്വന്തം ഭാര്യയെ ഒരു കാഴ്ചപ്പണ്ടാരം പോലെ ഒരുക്കി നിർത്തുകയാ. അവളുടെ അഴകും അവളുടെ മേനിയും അവളുടെ ചിരിയും കളിയുമെല്ലാം നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നവരെ, അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ? ഹറാമാണ്. വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടം കൊണ്ട് തീരുന്നില്ല. ആഖിറത്തിലേക്ക് ചെല്ലുന്ന സമയമുണ്ട്. അവിടെ നമ്മുടെ മുമ്പിൽ നരകം ഇങ്ങനെ കാണിക്കുമ്പോൾ, നരകത്തിന്റെ ഗർജനം കേൾക്കുമ്പോ അല്ലാ പടച്ചവനെ ഒരു ചാൻസ് തരുമോ അല്ലാ? കല്ലാ നിന്റെ ചാൻസ് എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. നിനക്ക് എത്രയോ അവസരങ്ങൾ ദുനിയാവിൽ ലഭിച്ചിട്ടുണ്ട്. ആ അവസരങ്ങളൊക്കെ പാഴാക്കിയിട്ട് ഇപ്പോഴാണോ നീ ചാൻസ് ചോദിക്കുന്നത്? ഇല്ല, അത് നിന്റെ വെറും ദിവാസ്വപ്നമാണെന്ന് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സൂക്ഷിക്ക് മനുഷ്യരെ.
നല്ല നല്ല വ്ലോഗുകളൊക്കെ നിങ്ങൾ ചെയ്തു. പക്ഷെ നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുവന്നിട്ട് അവളുടെ ഡാൻസും പാട്ടും ഒക്കെ കാണിക്കുക. അതിനേതെങ്കിലും പണ്ഡിതൻ എന്തെങ്കിലും പറഞ്ഞാൽ ആ പണ്ഡിതന്മാരെ തെറി പറയുക, ചീത്ത പറയുക. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വലിയക്കന്മാരെന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ട് ചിരിക്കാൻ കുറെ മുസ്ലിം പേരുള്ള വഹാബിയൽ ഐഡിയോളജിസ്റ്റുകൾ. അല്ലാഹ് റബ്ബുൽ ആലമീൻ എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. അപ്പൊ അള്ളാഹിന്റെ ഹബീബ് ഇങ്ങനെ 7 വാനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉപ്പയും കൂടെയായ സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മുത്തുനബി തങ്ങളുടെ ഉപ്പയുമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കാണുമ്പോൾ ഇബ്രാഹിം നബിക്ക് ഭയങ്കര സന്തോഷമായി. അവിടുന്ന് ഒരു സമ്മാനം കൊടുത്തുവിടാൻ, അങ്ങയുടെ ഉമ്മത്തിനോട് എന്റെ സലാം പറയണം, എന്റെ സലാം പറയണം. സലാം പറഞ്ഞാൽ മാത്രം പോരാ, സ്വർഗത്തിലെ കൃഷി നമ്മുടെ കയ്യിൽ തന്നുവിടാൻ. ഇവിടെ നമുക്ക് നട്ടുപിടിപ്പിച്ച് പോവാ, അവിടെ ചെന്നിട്ട് വിളവെടുക്കുക. നമ്മൾ ഈ ഒരു ദിക്റാണ്, ആ ദിക്ർ ചൊല്ലുമ്പോൾ സ്വർഗത്തിലെ നമ്മുടെ പേരിൽ ഒരു മരം അല്ലാഹു നടും. മലക്കുകൾ അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കും, അവിടെ മരം നടപ്പെടും. നമുക്ക് ചെന്നിട്ട് ഇങ്ങനെ ഫലങ്ങളൊക്കെ ആസ്വദിക്കാം. ഏതാണ് ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒരു 33 തവണ ചൊല്ലിക്കേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله
الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആദി ഔവൽ മഹിദരായി പാടച്ചു വെച്ച മുഹമ്മദാർ ബദറിലും ബദലെങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗള പാഴുന്ന സൂരമേ ഇഷ്ഖറിയാതെ പാപി പാടുന്നു സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹ്ശറ മണ്ണിൽ അണയും നേരത്ത് കൈവേടിയല്ലേ യാ നബി. മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നൂരത്തൊരാണെൻ്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈവേടിയല്ലേ ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസായി അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് സങ്കടങ്ങൾ ആളുകൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പഠിച്ചോനെ എത്ര പേർക്കാണ് മാരകമായ രോഗങ്ങളുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു വ്ലോഗ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന എത്രയെത്ര ക്യാൻസർ രോഗികളാണ്. ഓരോന്നും ഞാൻ വായിക്കുന്നില്ല. 1.5 വയസ്സായ കുട്ടിക്ക്, 3 വയസ്സായ കുട്ടിക്ക്, 14 വയസ്സായ കുട്ടിക്ക്, പ്രായമുള്ളവർക്ക് എത്രയെത്ര ക്യാൻസറുകൾ. അതുപോലെ ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗങ്ങൾ, എല്ല് നുറുങ്ങിപ്പോകുന്ന രോഗങ്ങൾ. യാ അല്ലാഹ്, യാ അല്ലാഹ്, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഈ ഒരു സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. നിങ്ങൾ എന്ത് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും അല്ലാഹു കൈവിടില്ല കേട്ടോ. ഈ രാവിലെ നിങ്ങൾ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിക്കോ. കാരണം 7 വാനവും കടന്നിട്ട് ഇങ്ങനെ പോവാണ്. സിദ്റത്തുൽ മുൻതഹയും ഒക്കെ കടന്ന് ബൈത്തുൽ മഅമൂറും എല്ലാം കടന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പോവാണ്. കൂടണ്ട് കൂട്ടുകാരനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അവിടെ ഇങ്ങനെ എത്തി. ബഹറുന്നൂറിലെത്താണ്. ബഹറുന്നൂർ പ്രകാശത്തിന്റെ കടലാണ്.
അത് മുറിച്ച് കടക്കണം. ജിബ്രീൽ പറയുന്നുണ്ടല്ലേ, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ. അങ്ങ് അല്ലാഹനെ പോയി കണ്ടോളൂ. ജിബ്രീൽ വരുന്നില്ലേ? ഇല്ല നബിയെ, ഞാനങ്ങ് വന്നാല് എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും. അത്ര ശക്തനാണ് ജിബ്രീൽ. ചിറക് വിരിച്ച് നിന്നാല് ചക്രവാളം മുഴുവൻ മൂടി ഇരുട്ടിലായി പോകും. അത്ര വലിയ ഭീമാകാരനാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഹബീബായ തങ്ങള് 1-2 തവണ ജിബ്രീലിനെ അങ്ങനെ ശരിക്ക് പൂർണ്ണ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോൾ ഭയന്നു പോയൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ട് പേടിച്ചു വരുമ്പോഴാണ് ഖദീജ സമ്മിലൂനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂട് ഖദീജ. ചേർത്ത് പിടിക്കാണ് മുത്തുനബിയെ സയ്യിദത്തുനാ ഖദീജ. നമ്മുടെ ലൈഫ് അടിപൊളിയാകണമെങ്കിൽ മുത്തുനബിയും ഖദീജ ബിയും നയിച്ചതുപോലെ മനോഹരമായൊരു ജീവിതം ആസ്വദിച്ചാൽ മതി. എന്ത് രസമായിരിക്കും എന്നറിയോ? പരസ്പരം ബഹുമാനിച്ച്, പരസ്പരം സ്നേഹിച്ച്, പരസ്പരം അംഗീകരിച്ച് ജീവിച്ചു നോക്കിയേ. ഭാര്യ നിന്റെ അടിമയല്ല, ഭർത്താവ് നിന്റെ അടിമയല്ല, രണ്ടുപേരും അള്ളാന്റെ മാത്രം അടിമയാണ്. അവളെന്റെ ഇണയാണ്, അവനെന്റെ ഇണയാണ്, ഇണയും തുണയുമായി. ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന പദമൊന്നും ഖുർആനികമല്ല. ഖുർആനില് ഇണ തുണ എന്ന പദമാണ്. ചിന്തിച്ചു. നിങ്ങൾക്കിടയിൽ ഒരു മറയുണ്ടാകാൻ പാടില്ല. അതായത് ഭാര്യയും ഭർത്താവും വസ്ത്രങ്ങൾക്ക് സമാനമാണെന്ന് ഖുർആൻ. എന്താ വസ്ത്രത്തിന്റെ പ്രത്യേകത? അവൾ നിനക്ക് വസ്ത്രമാണ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ മറ്റുള്ളവർ കാണാത്തതൊക്കെ കാണുന്നതാരാ? നമ്മുടെ വസ്ത്രമാണ് അല്ലേ. നമ്മുടെ ഔറത്തടക്കം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം നമ്മുടെ വസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഒളിയും മറയും ആരുടെ മുമ്പിൽ ഉണ്ടാകാൻ പാടില്ല? നമ്മുടെ ഇണയുടെ മുമ്പിൽ ഉണ്ടാകാൻ പാടില്ല. ഫോണിൽ പാസ്വേഡ് ലോക്കിട്ട് വെക്കരുത്. അവൾക്കറിയുന്ന ലോക്കാണെങ്കിൽ കുഴപ്പമില്ല, അവൾക്കറിയാത്ത ലോക്കിട്ട് നീ വെക്കരുത്. അതുപോലെ അവൾക്ക് സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. പരസ്പരം മനസ്സിലാക്കി ജീവിച്ചു നോക്കുക. ലൈഫ് എന്താ ആസ്വാദ്യകരമായിരിക്കും. അള്ളാഹു ജീവിക്കാൻ അത്തരം ഒരു ലൈഫ് നയിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ മുത്തുനബി തങ്ങള് ഇങ്ങനെ 7 വാനവും കടന്ന് ബഹ്റുൻ നൂറും കടന്ന് ഇങ്ങനെ ചെല്ലുകയാണ് റഹ്മാനായ തമ്പുരാന്റെ മുമ്പിൽ. ആ കാഴ്ചയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? കാണുമ്പോ തന്നെ പറയുന്നുണ്ട്, അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. എല്ലാ അഭിവാദ്യങ്ങളും അല്ലാഹുവിനാണ്. പ്രപഞ്ചനാഥന്റെ മറുപടിയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അതിങ്ങനെ ചിന്തിക്കുമ്പോൾ ശരീരമൊക്കെ കോരിത്തിരിച്ചു. അല്ലാഹു മറുപടി പറയാം ഉത്തരവിധങ്ങൾക്ക്. സലാം മടക്കാം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സലാമും രക്ഷയും അതിന്റെ ഹബീബിനാണ് അല്ലാഹു പറയാ. എല്ലാ രക്ഷയും അല്ലാഹ് ഹബീബിനാന്ന് പറയുമ്പോഴേ നമ്മുടെ ഹബീബല്ലേ, നമ്മുടെ നേതാവല്ലേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് മാത്രമായിട്ട് പോരാ അല്ലാഹ്, അസ്സലാമു അലൈന, ഞങ്ങൾക്കൊക്കെ വേണം നിന്റെ രക്ഷ. അവിടെ പോയിട്ട് അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞിരുന്നു രാവിലെ സ്വഭാവുൽ ഖൈറില്ലേ, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരുപാട് നരകയാതനകൾ അനുഭവിച്ചു ഇല്ലേ എന്ന് വെക്കുക. ഒരു എക്സാമ്പിൾ, ഒരാൾക്ക് എന്നും രോഗം, ശരീരത്തിൽ ഒരു 10 ട്യൂമർ ഉണ്ട്, 10 ക്യാൻസർ ഉണ്ടെന്ന് വിചാരിക്കുക. എത്ര അതാപേള അനുഭവിച്ചിട്ടുണ്ടോ? അയാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു വിചാരിക്കുക. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് വരട്ടെ. അവരുടെ മക്കളൊക്കെ പെട്ടെന്ന് മരിച്ചു എന്ന് വിചാരിക്കുക. ഒരുപാട് നരകിച്ച് പ്രയാസത്തിലായി ഇയാൾ മരിച്ചു എന്ന് വിചാരിക്കുക. ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചതിന് പകരമായിട്ട് ഈ മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മുക്കിയെടുത്തിട്ട് ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രയാസം മുമ്പ് അനുഭവിച്ചിരുന്നോ? എന്ത് പ്രയാസം റബ്ബേ? അതായത് സ്വർഗത്തിലേക്കൊന്ന് കയറുന്ന നിമിഷം നമ്മൾ അനുഭവിച്ച വേദനകളോ തൗഫീഖ് തരണേ റബ്ബേ, തൗഫീഖ് തരണേ റബ്ബേ. ആ സ്വർഗത്തെക്കാൾ വലിയൊരു അനുഭൂതിയാണ് റഹ്മാനായ തമ്പുരാനെ കാണുക. റഹ്മാനായ റബ്ബിനെ കാണൽ അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അവിടെ സ്വർഗം പോലും മറക്കും. അല്ലാഹനെ കണ്ടാല് സ്വർഗം പോലും മറക്കും. ആ ഘട്ടത്തില് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടും നമ്മളെ മറന്നില്ല. ആര്? സയ്യിദുനാ റസൂലുള്ളാഹ്. രക്ഷ എനിക്ക് മാത്രല്ല റബ്ബേ, എന്റെ അടിമകൾക്ക്, നിന്റെ അടിമകൾക്ക് വേണം അല്ലേ, ഞങ്ങൾക്കൊക്കെ വേണം. നിന്റെ അടിമകളായ എന്റെ ഉമ്മത്തിൽപ്പെട്ട സ്വാലിഹീങ്ങൾക്കൊക്കെ നിന്റെ രക്ഷ വേണം അല്ലാഹ്.
അള്ളാന്റെ മുമ്പിൽ നമ്മളെ ഓർത്ത പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ആ ഹബീബിന്റെ നളറ ഞങ്ങൾക്ക് ഈ സദസ്സിൽ നീ തരണേ തമ്പുരാനെ, നീ തന്നനുഗ്രഹിക്കണേ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ചേർത്ത് പിടിക്കലിന്റെ മനോഹരമായ ദൃശ്യാവിഷ്കാരം കാണിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ടേ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിയിട്ട് പടച്ചോ നമ്മളെ ചേർത്ത് പിടിക്കണം ഇന്നത്തെ രാത്രി, അല്ലേ? നമുക്ക് അസ്മാഉൽ ഹുസ്ന ഒന്ന് ചൊല്ലിയാലോ? എൻ്റെ കൂടെ ചൊല്ലൂലേ? എല്ലാവരും ആ ഒരു സ്ക്രീനിൽ നോക്കിയിട്ട് എൻ്റെ കൂടെ തന്നെ ചൊല്ലിപ്പോരാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله
يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. സുബ്ഹാന അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അർഹമുർ റഹീമായ തമ്പുരാനെ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ മുക്തി നൽകണേ അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന മുൻനിർത്തി എന്ത് ചോദിച്ചാലും അല്ലാഹു തരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ രാത്രിയിൽ എന്ത് ചോദിച്ചാലും തരുന്നൊരു ദിക്റുണ്ട്. സമ്പത്തിൽ വർധനവ് വേണോ? അല്ലാഹ് തരും. ചെറിയ ദിക്റാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറിന്റെ ഗുണം എന്താ? പാപങ്ങൾ പൊറുക്കുമെന്ന് മാത്രമല്ല, മിൻ കുല്ലി ളീഖിൻ മഖ്റജ, നിങ്ങൾ പെട്ടുകിടക്കുന്ന എന്ത് കുടുക്കാണെങ്കിലും അല്ലാഹു അതിൽ നിന്ന് വഴി കാണിച്ചു തരും, മോചനം തരും. പിന്നെയോ അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ നിങ്ങൾക്ക് ഭക്ഷണം തരും, സമ്പത്ത് തരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. അതുകൊണ്ട് ചൊല്ലണേ 33 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം أستغفر الله العظيم 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 أستغفر الله العظيم. الله رب العالمين ഈ ഒരു സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കുമാറാകട്ടെ. ഒരുപാട് സങ്കടങ്ങളാണ് ഓരോരുത്തർ പറഞ്ഞിട്ടുള്ളത്. എല്ലാ സങ്കടങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകുമാറാകട്ടെ. എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് നമ്മുടെ സബാഹുൽ ഖൈർ. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം ലഭിച്ചു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അത് കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷമായി. അപ്പോൾ നമ്മളെല്ലാവരും സബാഹുൽ ഖൈറിന്റെ വാഹകരാകണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് നമ്മുടെ സൽപ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറച്ച് സ്വലാത്ത്, ഫാത്തിമ ബീബിക്ക് ഏറെ ഇഷ്ടമുള്ള ഫാത്തിമിയ സ്വലാത്തുൻ നൂർ എന്ന് പറയുന്ന നമ്മുടെ പ്രകാശം, നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന സ്വലാത്താണ് അല്ലേ? ഒരു 33 തവണ ചൊല്ലിക്കേ. اللهم صل على النور وأهله 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 اللهم صل على النور وأهله
اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله صلى الله على محمد صلى الله عليه وسلم മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിൻ്റഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ കരുണ കടലോരേ നബി ഷഫീഉൽ ഉമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ കഠിന സമയത്തും ഉമ്മത്തി എന്നോരത്തോരേ സല്ലല്ലാഹു على محمد صلى الله عليه وسلم തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല തണിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരംഭപ്പൂവായ റസൂലുള്ളാഹ് തങ്ങളെ കാണാൻ, കനവിലും നിലവിലും കാണാൻ പലയാവർത്തി അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പൊ ഇന്നത്തെ രാത്രി പ്രാർത്ഥനക്ക് ഉത്തരമുള്ള രാത്രിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അള്ളാഹിനെയും കണ്ട് സമ്മാനമായി നിസ്കാരം കിട്ടിയില്ലേ? നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു, സമ്മാനാണ് നിസ്കാരം. അതായത് എല്ലാ പ്രയാസങ്ങൾക്കും നിസ്കാരത്തിൽ പരിഹാരമുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടിയാൽ എൻ്റെ മുമ്പിൽ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിസ്കരിച്ചു നോക്കിയേ. പിന്നെ ഡിപ്രഷൻ ഇല്ല, ഒരു പ്രശ്നമില്ല. എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ എപ്പോഴും റബ്ബിനോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഭയങ്കര ടെൻഷനായിരിക്കുമ്പോൾ നമ്മുടെ ഭർത്താവ്, ഇപ്പോൾ ഭാര്യമാരാണ്, ഭർത്താവ് സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ എന്തൊരു ആശ്വാസമായിരിക്കും അല്ലേ? അതുപോലെ ഭർത്താവ് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഭാര്യ സ്നേഹത്തോടെ വന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്ത് റിലാക്സേഷൻ ഉണ്ടാവും. എന്നാൽ ബോധ്യപ്പെട്ടുകൊണ്ട് നിസ്കരിച്ചു നോക്കി, അള്ളാഹ് നമ്മളോട് സംസാരിക്കാൻ, അള്ളാഹ് നമ്മളോട് സംസാരിക്കാൻ നിസ്കാരത്തില് നമ്മുടെ മുമ്പിൽ അള്ളാഹ് ഉണ്ട്. അല്ലാഹു അക്ബർ. നമുക്ക് പിന്നെ ഒരു ടെൻഷനും ഇല്ല, ഒരു ഡിപ്രഷനും ഇല്ല. ആ ബോധ്യത്തിൽ നിസ്കരിക്കണം. കൊടുത്തുവിട്ട സമ്മാനാണ് മുത്തുനബി തങ്ങളുടെ കയ്യിൽ. ആര്? നേരെ കൊടുത്തുവിട്ടത് റബ്ബുൽ ആലമീൻ. അതുപോലെ കൊടുത്തൊരു സമ്മാനം വേറെ ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നിസ്കരിക്കണം. ഒറ്റ വഖത്ത് മുടങ്ങരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ മുത്തുനബി തങ്ങൾ വാനലോകത്ത് നിന്ന് വന്ന് വീട്ടിലേക്ക്. ഇതൊക്കെ നടന്നത് കുറച്ച് സെക്കൻഡുകൾ കൊണ്ടാണ്. ചിന്തിച്ചു നോക്കിയേ, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ മറ്റൊരു സൃഷ്ടിയുണ്ടോ? ഹബീബായ തങ്ങൾ വീട്ടിൽ വന്നു. നേരം വെളുത്തപ്പോഴേ
മുത്തുനബി തങ്ങൾ ഈ മിഅ്റാജിന്റെ കഥ പറഞ്ഞില്ല ജനങ്ങളോട്. കാരണം എന്താ? ഇസ്രാ പറഞ്ഞാൽ തന്നെ ഇവന്മാർ കളിയാക്കും, ഇവന്മാർ വിശ്വസിക്കുമെന്ന് അറിഞ്ഞിട്ട് ബാക്കി പറയാന്ന് കരുതി. അപ്പൊ മുത്തുനബി തങ്ങൾ രാവിലെ പറഞ്ഞു, അതായത് മക്കത്തുനിന്ന് ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് അന്ന് മാസങ്ങൾ ഇങ്ങനെ വഴിദൂരം ഒട്ടകത്തിൽ സഞ്ചരിക്കണം. ഇത് സെക്കൻഡുകൾ കൊണ്ട് പോയി വന്നു എന്ന് പറഞ്ഞാൽ ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ മക്കാരൊക്കെ ഭ്രാന്തായിട്ടുണ്ട് കേട്ടാ, വട്ടാണ്. അബൂജഹലും കൂട്ടരും വേഗം ചെന്ന് ആരുടെ അടുക്കലേക്ക്? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് മുഹമ്മദ് പറയണ വർത്താനം കേട്ടാ, ഇന്നലെ രാത്രിയെ കുറച്ച് സെക്കൻഡ് കൊണ്ട് എവിടെ പോയി? മസ്ജിദുൽ അഖ്സയിൽ പോയി തിരിച്ചു വന്നെന്ന് തള്ളു കേട്ടില്ലേ മുഹമ്മദ് പറയുന്നുണ്ട്. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. എന്നാ ഞാൻ വിശ്വസിച്ചു. ആരാ ഇത് പറയണേ? സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്തുനബി പറഞ്ഞാൽ വിശ്വസിച്ചു. അങ്ങനെയാണ് അബൂബക്കർ ആരായത്? സിദ്ദീഖായത്, വിശ്വസ്തനായത്. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ആലോചിച്ച് നോക്കിയേ, ഹബീബിനെ അത്രമേൽ സ്നേഹിച്ചവരാണ് അവർ. ഇടക്കിടക്ക് ഇങ്ങനെ ഓടി വരും മദീന പള്ളിയിലേക്ക്. ഇങ്ങനെ നോക്കിയിട്ട് വേഗം പോകും. ഒരിക്കലും കണ്ടപ്പോൾ ചോദിച്ചു, എന്താ അബൂബക്കർ, എന്ത് പറ്റി? ഒന്നുമില്ല നബി, അങ്ങയുടെ മുഖം കാണാതെ പറ്റുന്നില്ല, കാണാൻ കൊതിയായിട്ട് ഓടി വന്നതാണ് ഞാൻ. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അവരെയൊക്കെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്, എല്ലാം അള്ളാഹിന്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഓരോന്നെടുത്ത് വായിക്കുന്നില്ല. ഒരുപാട് അസുഖബാധിതരായ ഒരുപാട് ആളുകൾ, യാ അല്ലാഹ്, ക്യാൻസറും ട്യൂമറും കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അതിൽ കുഞ്ഞുമക്കൾ, അതുപോലെ വീട് പണി തുടങ്ങാൻ ആഗ്രഹമുള്ളവർ, വീട് പണി പൂർത്തീകരിക്കാൻ ആഗ്രഹമുള്ളവർ, അങ്ങനെ തുടങ്ങി മറ്റു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായവർ, മക്കളുടെ വിഷയം പറഞ്ഞവർ, പൊതുപരീക്ഷയിൽ വിജയം, അതുപോലെ തന്നെ സ്കൂളിൽ എക്സാം നടക്കുകയാണ്, എളുപ്പമാകാൻ ദുആ ചെയ്യണം. അതുപോലെ ഷുഗർ, പ്രഷർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, യാ അല്ലാഹ്, ഭർത്താവിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന സഹോദരിമാർ, മക്ബൂലായ ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞവർ, മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, യാ അല്ലാഹ്, അങ്ങനെ PSC എഴുതുന്നവർ, നീറ്റ് എഴുതുന്നവർ, എല്ലാവർക്കും അല്ലാഹു വിജയം നൽകുമാറാകട്ടെ. ഒരുപാട് സ്വപ്നങ്ങൾ പറഞ്ഞ്, ഇല്ലേ, ഒരുപാട് സ്വപ്നങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എത്ര ആളുകൾ. നാളെ മിഅ്റാജിന്റെ നോമ്പാണ്, എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുക. അപ്പം ഇന്നത്തെ രാത്രി നിയ്യത്ത് വെക്കാം. ഈ രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് നിയ്യത്ത് വെച്ചിട്ട് കിടന്നുറങ്ങാം, അല്ലേ. മിഅ്റാജിന്റെ നോമ്പിനോടൊപ്പം മറ്റു പല നോമ്പുകളും കിട്ടുമെന്നുകൂടെ നമ്മൾ ക്ലാസ്സിൽ ഇന്ന് വ്യക്തമാക്കി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം, അല്ലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ നോമ്പുകളൊക്കെ പിടിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് മഹാനായ അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു തിഹ്യയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലമാണ് ഒരൊറ്റ നോമ്പ് കൊണ്ട് നമുക്ക് ലഭിക്കുക. നഷ്ടപ്പെടുത്തി കളയരുത്. മാത്രമല്ല, അള്ളാനെ മുത്തുനബിതങ്ങൾ കണ്ടതിന്റെ, നമ്മളെ മുത്തുനബിതങ്ങളെ അള്ളാഹു ഇങ്ങനെ ക്ഷണിച്ചൊരു വിരുന്ന് കൊടുത്തതിന്റെ ആ ഒരു സന്തോഷത്തിന്റെ പ്രകടനം കൂടെയാണ് നോമ്പ് പിടിക്കുക എന്ന് പറയുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയട്ടോ. അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل ثواب قراءتنا إلى النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم أجمعين. اللهم وبحقهم وبجاههم بارك لنا في كل أمورنا خصوصا فيما نحن فيه بركة تامة كما باركت على عبادك الصالحين. أرحم الراحماയ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനേ. നിന്റെ ഖുർആൻ പാരായണം ചെയ്തതും താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ചൊല്ലിയതും അദ്കാറുകൾ, തഹ്ലീലുകൾ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. കൈവെടിയല്ലേ അല്ലാഹ്. ഈ പരിശുദ്ധമായ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാഹ്. നീ ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാഹ്. പ്രതീക്ഷ മുഴുവൻ നിന്നിലാണ് അല്ലാഹ്.
പ്രയാസങ്ങൾ സഹിച്ച സമയത്തും ആരംഭപ്പൂവായ തങ്ങളെ പിടിച്ച് സാന്ത്വനിപ്പിച്ച തമ്പുരാനെ, ഞങ്ങൾക്ക് നിന്റെ സാന്ത്വനം വേണമല്ല. പടച്ചവനെ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ധാരാളം പിഴവുകൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. നീ പൊറുത്തു തന്നില്ല എങ്കിൽ നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് അല്ലാ. പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. തട്ടിക്കളയല്ലേ അല്ലാ. സാധുക്കളാണ് അല്ലാ, അമല് കുറഞ്ഞവരാണ് അല്ലാ. പ്രതീക്ഷ മുഴുവൻ നിന്റെ കാരുണ്യത്തിലാണ് അല്ലാ, നിന്റെ ഔദാര്യത്തിലാണ് അല്ലാ. റഹ്മാനായ റഹീമായ റബ്ബേ, നിനക്കേറെ ഇഷ്ടമുള്ള പേരുകൾ ഞങ്ങൾ വിളിക്കുകയാ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. പടച്ചവനെ, വലിച്ചെറിയല്ലേ അല്ലാ. യാ റബ്ബനാ, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. ഒരുപാട് പേര് ടെൻഷനിലാണ്, ബുദ്ധിമുട്ടിലാണ്, സ്വസ്ഥതയില്ലാതെ നെട്ടോട്ടമോടുകയാ. യാ റബ്ബനാ, സ്വസ്ഥതയുള്ള ഖൽബ് നൽകണേ അല്ലാ. സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഏത് കാരണത്തിലാണോ ഞങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്നത്, അക്കാരണം നീ റാഹത്തിലാക്കണേ അല്ലാ. ടെൻഷൻ ഇല്ലാതെയാക്കണേ അല്ലാ. സ്വസ്ഥത നൽകണേ അല്ലാ. കുടുംബത്തിലും തൊഴിലിടങ്ങളിലും സമാധാനം നൽകണേ അല്ലാ. എത്രയെത്ര പ്രവാസികളായ സഹോദരങ്ങളുണ്ട്, നീ സമാധാനം കൊടുക്കണേ അല്ലാ. ലോക മുസ്ലിം ഉമ്മത്തിന് സമാധാനം നൽകണേ അല്ലാ. ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച് ഏറെ സ്മരിക്കപ്പെടുന്ന പള്ളിയാണല്ലോ ബൈത്തുൽ മുഖദ്ദസ്. പടച്ചവനെ, ബൈത്തുൽ മുഖദ്ദസിന്റെ പോരാളികൾക്ക് വിജയം നൽകണേ അല്ലാ. ഫലസ്തീനിലെ മക്കൾക്ക് സമാധാനം കൊടുക്കണേ അല്ലാ. യാ റബ്ബനാ, ദീനിന്റെ ശത്രുക്കളെ നീ നശിപ്പിക്കണേ അല്ലാ. യാ അല്ലാ, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം മുസ്ലിംകളിലേക്ക് നീ തിരിച്ചേൽപ്പിക്കണേ അല്ലാ. അർഹമുർ റഹീമായ കരുണക്കടലായ തമ്പുരാനെ, മുസ്ലിം ഉമ്മത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തും എത്രയെത്ര പള്ളികളാണ് പൊളിച്ചു കളയുന്നത്, മക്കാബുകളാണ് പൊളിച്ചു കളയുന്നത്. യാ റബ്ബനാ, യാ റബ്ബനാ, നീ ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ അല്ലാ. നിന്റെ ഹിക്മത്തുകൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല റബ്ബേ. ഈമാനിന് ബലം നൽകണേ അല്ലാ. ഉമ്മത്തിന് ബലം നൽകണേ അല്ലാ. ഉമ്മത്തിന് ബലം നൽകണേ അല്ലാ. പടച്ചവനെ, നിന്റെ പള്ളികളെല്ലാം പള്ളികളായി ഞങ്ങൾക്ക് തിരിച്ചു നൽകണേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ മേഖലകളിലും സന്തോഷം നൽകണേ അല്ലാ. യാ അല്ലാ, യാ അല്ലാ, യാ ഷാഫി, യാ അല്ലാ. ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, പലരും ഹോസ്പിറ്റലുകളിലാണ്, ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, മാറാ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസർ നൽകല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ. പേര് പോലും അവ്യക്തമായ പല രോഗങ്ങൾ കൊണ്ട് കുഞ്ഞുമക്കൾ പോലും പ്രയാസപ്പെടുകയാണ് റബ്ബേ. എല്ലു നുറുങ്ങുന്ന വേദന അനുഭവിക്കുന്ന എത്രയോ പേര് ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. യാ അല്ലാ, യാ ഷാഫി, യാ അല്ലാ, യാ ഷാഫി, യാ അല്ലാ, യാ ഷാഫി, യാ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. നീ അല്ലാതെ ഒരു ഷാഫി ഇല്ല അല്ലാ. ഏത് ഡോക്ടർ മരുന്നില്ലെന്ന് പറഞ്ഞാലും എല്ലാം പടച്ചറപ്പ്, നിന്റെ അടുക്കൽ മരുന്നില്ലാത്ത രോഗമില്ലല്ലോ അല്ലാ. നീ ശിഫ കൊടുക്കണേ അല്ലാ. പൊന്നുമക്കൾക്ക് ക്യാൻസർ ബാധിച്ചത് കണ്ട് പ്രയാസപ്പെട്ട് പൊട്ടിക്കരയുന്ന എത്രയെത്ര ഉമ്മമാരാണല്ലാ, ഉപ്പമാരുണ്ട് അല്ലാ. നീ സൗഖ്യം കൊടുക്കണേ അല്ലാ. നീ സൗഖ്യം കൊടുക്കണേ അല്ലാ. 4th സ്റ്റേജ് ക്യാൻസർ ആണെന്ന് പറഞ്ഞൊരു സഹോദരി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷിക്കണ്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട്. ഏത് ഡോക്ടറാണ് പറഞ്ഞതെങ്കിലും യാ അല്ലാ, എല്ലാം നിന്റെ അധികാരത്തിലാണല്ലോ റബ്ബേ. ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ.
റഹമുർറാഹിമായ തമ്പുരാനെ, അത്തരം മാരകമായ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ, കാവൽ നൽകണേ അല്ലാ. പടച്ചവനെ, പ്രഷർ കൊണ്ട് ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ശമനം കൊടുക്കണേ അല്ലാ. പലവിധ വേദനകൾ, കൈവേദന, കാലുവേദന, മുട്ടുവേദന, സന്ധിവേദന, തലവേദന തുടങ്ങി ധാരാളം വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. യാ ഷാഫി യാ അല്ലാ, നീ ഞങ്ങൾക്ക് മതിയായവനാണ് അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല, സന്തോഷം നിറഞ്ഞ കുടുംബമാക്കണയല്ല. ഭർത്താവിനാൽ പ്രയാസപ്പെടുന്ന ഭാര്യമാർ, ഭാര്യമാരാൽ പ്രയാസപ്പെടുന്ന ഭർത്താക്കൾ, അതുപോലെ മക്കളാൽ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾ, അല്ലാഹുവേ എല്ലാവർക്കും നീ ഹൈറായ ജീവിതം നൽകണയല്ല, ഇണക്കം നൽകണയല്ല, ഐക്യം നൽകണയല്ല. പടച്ചവനെ, എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി സന്തോഷം നൽകണയല്ല, സംശയരോഗം നൽകല്ലയല്ല, മനസ്സിനുള്ളിൽ സ്നേഹം വർദ്ധിപ്പിക്കണയല്ല, ഇണക്കം വർദ്ധിപ്പിക്കണയല്ല. പിണങ്ങി നിൽക്കുന്നവരെല്ലാം മനസ്സുകൊണ്ട് ഇണങ്ങി വരാൻ തൗഫീക്ക് നൽകണയല്ല. കുടുംബം ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സ്വർഗമാക്കണയല്ല. വീട്ടിലേക്ക് കയറിയാൽ സ്വസ്ഥത ലഭിക്കുന്ന മസ്കനുകളാക്കണയല്ല. യാ റബ്ബനാ യാ റബ്ബനാ. പലരും ഡിവോഴ്സിന്റെ വക്കീലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ, സന്തോഷം കൊടുക്കണയല്ല. വിധവകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, ഹൈറായ ഇണകളെ നൽകണയല്ല. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാതെ സങ്കടപ്പെടുന്നവരുണ്ട്. മക്കളെ കുറിച്ച് പറഞ്ഞ് പരാതി പറയുന്ന മാതാപിതാക്കളുണ്ട്. യാ റബ്ബനാ, ഹൈറായ ഇണകളെ നൽകണേ അല്ലാ, സ്വാലിഹായ ഇണകളെ നൽകണേ അല്ലാ. പടച്ചവനെ, ഖൽബ് നന്നാക്കണേ അല്ലാ, ഖൽബ് നന്നാക്കണേ അല്ലാ. ശരീരത്തിന്റെ രോഗങ്ങൾ മാത്രല്ല, ആത്മാവിനും രോഗം ബാധിക്കുമെന്ന് നിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആത്മാവിന്റെ രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. അസൂയ, കിബ്ർ നൽകി പരീക്ഷിക്കല്ലേ അല്ലാ. ഖൽബ് നന്നാക്കണേ അല്ലാ. ഹറാമുകളുടെ കൂമ്പാരമാണ് അല്ലാ, അവിടെയെല്ലാം ശുദ്ധിയായി ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ മദ്ഹ് കൊണ്ട് പ്രകാശപൂരിതമാക്കണേ അല്ലാ. നീ പ്രകാശിപ്പിക്കണേ അല്ലാ. സിഹർ കൊണ്ട്, കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. യാ റബ്ബനാ, സമാധാനം കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെതിരെ സിഹർ ചെയ്യുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് നേരെ പറഞ്ഞയക്കുന്ന ധാരാളം ആളുകൾ, അവരിലേക്ക് തന്നെ എല്ലാ ശർറുകളും നീ മടക്കണേ അല്ലാ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് കാവലേകണേ അല്ലാ. അസ്വഹാബുൽ ബദരീങ്ങൾ കാവൽ നൽകണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ. യാ റബ്ബനാ. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണയല്ല. ഒരുപാട് കൊതിയുണ്ട് ഞങ്ങളുടെ മക്കളൊന്ന് നന്നായി കാണാനെന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ വസിയ്യത്ത് ചെയ്തവർ, യാ റബ്ബനാ, കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ കാരണം ജനമധ്യത്തിൽ ഞങ്ങളെ നീ നാണം കെടുത്തല്ലയല്ല. മക്കൾ കാരണം ജനങ്ങൾക്കിടയിൽ അഭിമാനം ലഭിക്കുന്ന അവസ്ഥ നൽകണയല്ല. പടച്ചവനെ, അവരെ നല്ല സ്വഭാവത്തിനുടമകളാക്കണയല്ല. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്ന മക്കളാക്കല്ലയല്ല. ഉമ്മാടെ നെഞ്ചു നോക്കി ചവിട്ടുന്ന മക്കളാക്കല്ലയല്ല. ഉപ്പാടെ കഴുത്തിന് പിടിക്കുന്ന മക്കളാക്കല്ലയല്ല. പടച്ചവനെ, ഞങ്ങളെങ്ങാനും മരിച്ചുപോയാൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കബറിന്റെ അടുക്കൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും യാ ഉമ്മി, അസ്സലാമു അലൈക്കും യാ അബീ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സലാം പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പൊന്നുമക്കളാക്കണേ അല്ലാ. നീ തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. പാതിരാവിന്റെ യാമങ്ങളിൽ ഒറ്റക്കിരുന്നു കൊണ്ട്, പടച്ചവനെ, എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല, എന്റെ ഉപ്പക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല എന്ന് ദുആ ചെയ്യുന്ന പൊന്നുമക്കളാക്കണേ അല്ല. അവരുടെ പരീക്ഷകളിൽ, പഠനങ്ങളിൽ നീ വിജയം നൽകണേ അല്ല. ഉന്നതങ്ങളെ എത്തിപ്പിടിക്കാൻ തൗഫീക്ക് നൽകണേ അല്ല. അവരെ നീ പരാജയപ്പെടുത്തല്ലേ അല്ല. പിശാചിന്റെ കെണിവലകളിൽ നിന്ന് കാവൽ നൽകണേ അല്ല, കാവലേകണേ അല്ല.
അവര് സ്കൂളിലേക്ക് കോളേജുകളിലേക്ക് പോകുമ്പോ ഞങ്ങളുടെ മനസ്സിൽ തീയാണ് അല്ലാ, നീ കാവലേകണേ അല്ലാ, ഒരു കുഴപ്പവുമില്ലാതെ ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, പ്രണയക്കുരുക്കുകളിൽ പെട്ടുപോകുന്ന മക്കളുണ്ട്, യാ അല്ലാ നീ നന്നാക്കണേ അല്ലാ, നീ നന്നാക്കണേ അല്ലാ. സദ്വൃത്തരായ മാതാപിതാക്കൾ പറഞ്ഞത് കേൾക്കുന്ന, നീ തൃപ്തിപ്പെട്ട വഴിയിൽ ജീവിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഹിഫ്ള് പഠിക്കുന്ന മക്കളുണ്ട്, ദർസ് പഠിക്കുന്ന മക്കളുണ്ട്, അതുപോലെ മറ്റു പല മേഖലകളിലും പഠനം നടത്തുന്ന മക്കളുണ്ട്. എല്ലാവർക്കും നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണേ അല്ലാ. എല്ലാ മേഖലകളിലും ബറക്കത്ത് ചൊരിയണേ അല്ലാ. PSC എഴുതുന്നവർ, നീറ്റ് എഴുതുന്നവർ, അങ്ങനെ തുടങ്ങി സ്കൂളിൽ എക്സാമുകൾ എഴുതുന്നവർ, മദ്രസയിൽ എക്സാമുകൾ എഴുതുന്നവർ, എല്ലാവർക്കും നീ വിജയം നൽകണേ അല്ലാ, പരിപൂർണ വിജയം നൽകണേ അല്ലാ. യാ റബ്ബന, മക്കളില്ലാതെ കല്യാണം കഴിഞ്ഞപ്പോ മുതൽ കുത്തുവാക്ക് കേൾക്കുന്ന എത്രയെത്ര സഹോദരിമാർ, ഓരോരോ ആളുകളും കുഞ്ഞുങ്ങളെ എടുത്ത് താലോലിക്കുമ്പോ കൽബിലൊരു വിങ്ങലാണ് ഉസ്താദേ. മക്കളില്ലാത്തത് വല്ലാത്ത പ്രയാസമാ. ഒരു കുഞ്ഞിനെ, ആണായാലും പെണ്ണായാലും എന്തായാലും ഒരു കുഞ്ഞിനെയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട എത്രയോ സഹോദരങ്ങൾ. അല്ലാഹുവേ, അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ തമ്പുരാനെ, നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ, ബുദ്ധിമുട്ടുകൾ നീക്കണേ അല്ലാ, വേദനകൾക്ക് ശമനം കൊടുക്കണേ അല്ലാ. സിസേറിയൻ പറഞ്ഞവരുണ്ട്, അല്ലാ അല്ലാ, ബുദ്ധിമുട്ടുകളില്ലാതെ സർജറി പൂർത്തീകരിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ, നീ തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബനാ, പടച്ചവനെ, ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ചൊരിയണയല്ല. എത്രയോ പ്രവാസികളുണ്ട്, ബറക്കത്ത് ചെയ്തു കൊടുക്കണേയല്ല. പടച്ചവനെ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ തൊഴിൽ നൽകണേയല്ല. അല്ലാ, വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നവർ അല്ലാഹുവേ എളുപ്പത്തിൽ ലഭ്യമാക്കണേയല്ല. അതുപോലെ ലൈസൻസിന് വേണ്ടി റെഡിയായിരിക്കുന്നവർ, അതിനുള്ള മാർഗങ്ങളെല്ലാം നീ എളുപ്പമാക്കണേയല്ല. പടച്ചവനെ, ഞങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധി നൽകണേയല്ല. ഹറാമ് കലരാത്ത ഹലാലായ കുടുംബത്തെ ഭക്ഷിപ്പിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ, നീ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, കടം എത്രയോ പേരാണ് കടത്തിന്റെ കാര്യം പറഞ്ഞത്. കടം കൊണ്ട് വലയുകയാണ് ഉസ്താദേ, ജപ്തിയുടെ വക്കീലാണെന്ന് പോലും പറഞ്ഞ സഹോദരങ്ങൾ. യാ റബ്ബനാ, യാ റബ്ബനാ, ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് യാ അല്ലാ, കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാ. നീ ഞങ്ങൾക്ക് തന്നാൽ നിനക്കൊന്നും കുറഞ്ഞു പോകില്ലല്ലോ അല്ലാ. നൽകണേ അല്ലാ, നിന്നെ മറക്കാത്ത ഐശ്വര്യം തരണേ അല്ലാ. പടച്ചവനെ, എത്ര വലിയ സമ്പന്നനെയും ദരിദ്രനാക്കാൻ ഒരു നാനോ സെക്കൻഡ് പോലും നിനക്ക് വേണ്ടല്ലോ അല്ലാ. ഞങ്ങൾ ആരെയും നീ ദാരിദ്ര്യത്തിന്റെ പടുകുടിയിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. ഒരു നേരത്തെ അന്നത്തിന് ഗതിയില്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി ഇരക്കേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. നിന്റെ മുമ്പിലല്ലാതെ കൈനീട്ടേണ്ട ഒരവസ്ഥ നൽകല്ലേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം കൊടുക്കണേ അല്ലാ. വീട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടവരുണ്ട്, പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ, നീ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ എല്ലാ ദിവസവും പ്രഭാത സമയത്തിൽ നടത്തുന്ന സ്വബാഹുൽ ഖൈർ എന്ന സദസ്സ്, അതിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ, എല്ലാവർക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഖൈറിന്റെ വാക്ചാക്കളായി എന്നെന്നും നിലനിർത്തണേ അല്ലാ. അർഹമുർ റഹീമായ കരുണാവാരിധിയായ റബ്ബേ, മരിക്കുന്നതിന് മുൻപ് കഅബമൊന്ന് തവാഫ് ചെയ്യാൻ, സഫാ മർവക്കിടയിൽ നിന്ന് സഅയ് ചെയ്യാൻ, ജംറകളിൽ നിന്ന് കല്ലെറിയാൻ, ഇബ്രാഹിമിന്റെ മുമ്പിൽ ഒന്ന് നമസ്കരിക്കാൻ, ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിക്കാൻ, അവസാനം താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പച്ചക്കുപ്പയുടെ ചാരപ്പോയി നിന്നിട്ട്
ആ കുബ്ബ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടാനുകോടി സ്വലാത്തുകൾ എന്റെ ഹബീബിന് സമർപ്പിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഹജ്ജിന് ആപ്ലിക്കേഷൻ കൊടുത്തവരുണ്ട്, അല്ലാഹുവേ നീ അവരുടെ ഉദ്ദേശം പോലെ ഭംഗിയായി പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ ഈ പരിശുദ്ധ രാത്രിയിൽ ഞങ്ങളുടെ ദുആയും പ്രതീക്ഷിച്ച് ഖബറിൽ കിടപ്പുണ്ട്. അല്ലാഹുവേ എന്ത് പ്രയാസമുണ്ടെങ്കിലും ദൂരീകരിക്കണേ അല്ലാ, നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അദാബിലാക്കല്ലേ അല്ലാ. ഖബറിൽ സുഖം കൊടുക്കണേ അല്ലാ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം ഖബറിൽ വിശാലത നൽകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, സ്വർഗീയ അനുഭൂതികൾ ഖബറിൽ നൽകണേ അല്ലാ. ഖബറിന്റെ അദാബുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. അപകടങ്ങളിൽപ്പെട്ട് ചിന്നിച്ചിതറി ചതഞ്ഞറഞ്ഞു പോകുന്ന മയ്യത്തുകളാക്കല്ലേ അല്ലാ. ആരാരും തുണയില്ലാത്ത സമയത്ത് ഒറ്റപ്പെട്ടു പോകുന്ന മരണം നൽകല്ലേ അല്ലാ. ഞങ്ങൾ പടച്ചവനെ നീ ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിൽ വെച്ച് നീ ഇഷ്ടപ്പെടുന്ന സമയത്ത് ഖൈറായ മരണം തരണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിനായി നൽകണേ അല്ലാ. പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. കുഞ്ഞുങ്ങളെ യതീമാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ ജനാസ കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. യാ റബ്ബനാ, എല്ലാവർക്കും നീ കാവലേകണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. റഹമുറാഹിമായ റബ്ബേ, പടച്ചവനെ മരണവേദന ലഘൂകരിക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ കണ്ടുപരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ 6 അടി മണ്ണിലേക്ക് എടുത്തു വെച്ച് ഞങ്ങളുടെ കുടുംബാദികളെല്ലാം പിരിഞ്ഞു പോകുമ്പോ ഭീകരരൂപികളായി മുൻകറും വനക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം ചോദ്യശരങ്ങളുമായി വരുമ്പോൾ നിന്റെ കാരുണ്യം കൊണ്ട് മറുപടി പറയാൻ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. യാ അല്ലാ യാ റഹ്മാൻ യാ അല്ലാഹു യാ റഹീം. പടച്ചവനെ ഖബറിൽ വെച്ച് ആരംഭപ്പൂവായ തങ്ങളുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. ഇതെന്റെ ഹബീബാണ്, ഇതെന്റെ ഹബീബാണെന്ന് സന്തോഷത്തോടുകൂടെ പറയുന്ന മുഅ്മിനുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ ഈ ഭൂമിയിലെ ചൂട് പോലും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല അല്ലാ. നാളെ ആ സൂര്യനെ ഞങ്ങളുടെ തലക്ക് മുകളിൽ ഉദിപ്പിക്കുമ്പോ ഞങ്ങളുടെ ഉമ്മയോ ഉപ്പയോ ഇണകളോ സന്താനങ്ങളോ ആരും ഞങ്ങളെ തിരിച്ചു നോക്കാതെ നിൽക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്നൊരു നേതാവുണ്ടല്ലോ, താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഈ രാവിന്റെ ബറക്കത്തുണ്ട് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബിന്റെ ഹൗദിൻ കരയിൽ നിന്ന് ആട്ടിയോടിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. യാ റബ്ബനാ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ പെടുത്തി അവിടത്തോടൊപ്പം സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്കൊരു കൊതിയുണ്ട് അല്ലാ. ഞങ്ങളെ പടച്ച റബ്ബായ നിന്നെയൊന്ന് കാണാനും അല്ലാത്ത കൊതിയുണ്ട് അല്ലാ. നിന്നെയൊന്ന് കണ്ടിങ്ങനെ മതിമറന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് വല്ലാത്ത കൊതിയുണ്ട് അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. നിന്നെ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കരുതേ അല്ലാ. നിന്നെ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബനാ അൻത വലിയുനാ ഫിദ്ദുനിയാ വൽ ആഖിറ
ولا تخيب رجاءنا ولا تضيع دعاءنا ولا تردن أيدينا خائبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله. അപ്പോൾ നിങ്ങളുടെയൊക്കെ ദുആയിൽ ഈ വിനീതനെ ഈ കുടുംബത്തെ ഉൾപ്പെടുത്തുക. എൻ്റെ ദുആയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഉണ്ടാകും. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.